നമസ്കാരം. ഖത്തറിന് പണി കിട്ടും. ഇത് സൗദിയുടെ ബ്രഹ്മാസ്ത്രമാവുകയാണോ? ഖത്തറിനോടുള്ള പഴയ വൈരാഗ്യം മനസ്സിൽ വെച്ച് ആ രാജ്യത്തെ തുടച്ചു നീക്കാനും അവരുടെ സാമ്പത്തിക ശേഷി ഇല്ലായ്മ ചെയ്യാനും സൗദി അറേബ്യക്ക് സാധിക്കുമോ? എന്താണ് പുതിയ വാർത്ത എന്നല്ലേ നമുക്ക് പരിശോധിക്കാം. എണ്ണയുടെ ലോകത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത രാജ്യമാണ് സൗദി അറേബ്യ. പതിറ്റാണ്ടുകളായി ഈ രാജ്യം ലോകമെമ്പാടുമുള്ള എണ്ണ വിതരണത്തിന്റെ പ്രധാന ഉറവിടമായിട്ടാണ് നിലകൊള്ളുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയുടെ സിംഹഭാഗവും ക്രൂഡ് ഓയിലിന്റെ കയറ്റുമതിയിൽ അധിഷ്ഠിതവുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ആഗോള ഊർജ വിപണികളിൽ സൗദി കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ എണ്ണവിലയെയും അതുപോലെ തന്നെ ലോക സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് സ്വാധീനിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ എന്നും മുൻനിരയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജപരമായ വളരെ തന്ത്രപരമായ ബന്ധത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ ആധുനിക ഊർജ ലോകം മാറ്റത്തിന്റെ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകം പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലേക്കും കുറഞ്ഞ കാർബൺ പുറന്തള്ളുന്ന ഇന്ധനങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പരമ്പരാഗത എണ്ണ ഉൽപാദകരായിട്ടുള്ള സൗദി അറേബ്യയും തങ്ങളുടെ ഊർജതന്ത്രങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിവർത്തനത്തിന്റെ നിർണായക ഘടകമാണ് പ്രകൃതിവാതകം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ്. കൽക്കരിയെയും എണ്ണയെയും അപേക്ഷിച്ച് വളരെ കുറഞ്ഞ മലിനീകരണം ഉണ്ടാക്കുന്നതും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ പ്രകൃതിവാതകത്തിന് ആഗോളതലത്തിൽ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ക്രൂഡ് ഓയിലിന് വേണ്ടി മാത്രമല്ല ഇനി ലോകരാജ്യങ്ങൾ പ്രകൃതിവാതകത്തിന് വേണ്ടിയും സൗദിയെ ആശ്രയിക്കേണ്ടി വരും എന്ന പുതിയ യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ മാറ്റം വിരൽ ചൂണ്ടുന്നത്. സൗദിയുടെ ഈ ഊർജപരമായ പരിവർത്തനത്തിന് പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ട് എന്നുകൂടി പറയട്ടെ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എണ്ണയിൽ നിന്ന് വൈവിധ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മുന്നോട്ട് വെച്ച വിഷൻ 2030 എന്ന പരിപാടിയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണിത്. നിലവിൽ രാജ്യത്തിന്റെ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനത്തിന് വലിയ അളവിൽ ക്രൂഡ് ഓയിലും അതുപോലെ ഡീസലും ഉപയോഗിക്കുന്നുണ്ട്. ഈ വിലയേറിയ ഇന്ധനം ആഭ്യന്തര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കുറയ്ക്കുകയും പകരം കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്ന പ്രകൃതിവാതകത്തിലേക്ക് മാറുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കായി ലഭ്യമാക്കാൻ സൗദി അറേബ്യക്ക് സാധിക്കുമെന്നതാണ് ഇവിടെ സംസാരിക്കേണ്ട ഒരു കാര്യം. ഇത് എണ്ണ വരുമാനം വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര ഉപയോഗം കുറഞ്ഞ ഇന്ധനത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഇരട്ട നേട്ടമാണ് രാജ്യത്തിന് നൽകുന്നത്. സൗദി അറേബ്യയുടെ പ്രകൃതിവാതക ശേഖരം ലോകത്തിലെ പ്രധാന ശേഖരങ്ങളിലൊന്നാണ്. സമീപ വർഷങ്ങളിൽ ജഫ്ര പോലുള്ള വമ്പൻ നോൺ അസോസിയേറ്റഡ് ഗ്യാസ് ഫീൽഡുകൾ കണ്ടെത്തിയതോടെ സൗദിയുടെ പ്രകൃതിവാതക ഉൽപാദന ശേഷി കുത്തനെ ഉയർന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. നോൺ അസോസിയേറ്റഡ് ഗ്യാസ് എന്നാൽ എണ്ണ ഉൽപാദനവുമായി ബന്ധമില്ലാത്ത പ്രകൃതിവാതകം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് എണ്ണയുടെ ഉൽപാദനം പരിഗണിക്കാതെ തന്നെ വാതകം ഉൽപാദിപ്പിക്കാൻ സൗദിയെ സഹായിക്കും. ജഫ്ര പ്രകൃതിവാതക നിക്ഷേപം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുമ്പോൾ സൗദി ലോകത്തിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയരുകയും ചെയ്യും. പ്രത്യേകിച്ച് ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ വിപണിയിൽ സൗദി ഒരു പ്രധാന പങ്കാളിയാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ ഈ മാറ്റം അതീവ പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യക്ക് ഊർജ ആവശ്യങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുകയാണല്ലോ. ഇന്ത്യയുടെ ഊർജ ലഭ്യത ഉറപ്പാക്കുന്നതിൽ സൗദിയുമായുള്ള ബന്ധം ഏറെ നിർണായകവുമാണ്. നിലവിൽ സൗദിയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യക്ക് ഭാവിയിൽ സുരക്ഷിതവും കുറഞ്ഞ മലിനീകരണവും ഉള്ളതുമായ പ്രകൃതിവാതകത്തിനായി സൗദിയെ ആശ്രയിക്കാൻ സാധിക്കുകയും ചെയ്യും. ദ്രവീകൃത പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യാനുള്ള സൗദിയുടെ ശേഷി വർദ്ധിക്കുന്നത് ഊർജ വിതരണത്തിന്റെ വൈവിധ്യവൽക്കരണത്തിന് ഇന്ത്യയെ സഹായിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. സൗദിയുമായി എണ്ണയ്ക്ക് പുറമെ പ്രകൃതിവാതകത്തിനും ദീർഘകാല കരാറുകൾ സ്ഥാപിക്കുന്നത് ഇന്ത്യയുടെ ഊർജ സുരക്ഷ വർദ്ധിപ്പിക്കും. അന്താരാഷ്ട്ര തലത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ പ്രകൃതിവാതകത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഈ നിർണായക സമയത്താണ് സൗദിയുടെ പ്രകൃതിവാതക രംഗത്തേക്കുള്ള കടന്നുവരവ് ഊർജ വിപണിയിലെ ലഭ്യത വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വില നിയന്ത്രിക്കാനും സഹായിക്കുമെന്ന കാര്യവും തീർത്തിരിക്കുന്നു. പ്രകൃതിവാതക ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഖത്തർ, US, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി നേരിട്ട് മത്സരിക്കാൻ സൗദിക്ക് കഴിയുമെന്നതും നമ്മൾ ഇവിടെ സംസാരിക്കേണ്ടതുണ്ട്. ക്രൂഡ് ഓയിൽ വിപണിയിലെ തങ്ങളുടെ ആധിപത്യം പ്രകൃതിവാതകത്തിലേക്കും വ്യാപിപ്പിക്കുന്നതിലൂടെ ആഗോള ഊർജ രാഷ്ട്രീയത്തിൽ സൗദിയുടെ തന്ത്രപരമായ പ്രാധാന്യം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. ഇതോടെ ലോകത്തിലെ ഊർജ ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ ക്രൂഡ് ഓയിലിന്റെ പേരിൽ എന്ന പോലെ പ്രകൃതിവാതകത്തിന്റെ പേരിലും സൗദി ഒരു കേന്ദ്ര ബിന്ദുവായി മാറുമെന്നത് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. സൗദി അറേബ്യയുടെ പ്രകൃതിവാതക വിപണിയിലേക്കുള്ള കടന്നുവരവ് മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച്
നിലവിൽ ലോകത്തിലെ പ്രധാന LNG അതായത് ദ്രവീകൃത പ്രകൃതിവാതകം കയറ്റുമതിക്കാരിൽ ഒരാളായിട്ടുള്ള ഖത്തറിനും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. ഒരുപാട് പ്രശ്നങ്ങൾ ഖത്തർ ഉണ്ടാവാൻ പോവുകയാണ്. സൗദി അറേബ്യ ക്രൂഡ് ഓയിൽ വിപണിയിലെ തങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് പ്രകൃതിവാതക ഉൽപാദനത്തിലേക്കും അതുപോലെ തന്നെ അതിന്റെ കയറ്റുമതിയിലേക്കും ചുവടുമാറ്റം നടത്തുമ്പോൾ സ്വാഭാവികമായും അത് ഗൾഫ് മേഖലയിലെ നിലവിലുള്ള ഊർജ്ജ ശക്തികളെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ മാറ്റം ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതിക്കാരിൽ ഒരാളായ ഖത്തർ തന്നെയാണ്. സൗദി അറേബ്യയുടെ ഈ പുതിയ തന്ത്രപരമായ നീക്കം അന്താരാഷ്ട്ര വാതക വിപണിയിലെ മത്സരത്തെ കൂടുതൽ കടുപ്പിക്കാൻ സാധ്യതയുണ്ട്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും ആഗോള സ്വാധീനത്തിന്റെയും സിംഹഭാഗവും വരുന്നത് പ്രകൃതിവാതക കയറ്റുമതിയിൽ നിന്ന് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരങ്ങളിൽ ഒന്നായ നോർത്ത് ഫീൽഡ് കൈവശമുള്ള ഖത്തർ LNG വിപണിയിൽ ഒരു നേതാവ് തന്നെയാണെന്ന് ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. ദീർഘകാല കരാറുകളിലൂടെ ലോകമെമ്പാടുമുള്ള പ്രധാനമായിട്ടും വാങ്ങുന്നവർക്ക് വിശ്വസനീയമായ വിതരണക്കാരൻ എന്ന നിലയിൽ ഖത്തർ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. എന്നാൽ സൗദിയുടെ ജഫ്ര പോലുള്ള വൻകിട വാതക പദ്ധതികൾ പൂർത്തിയാവുകയും സൗദി LNG വിപണിയിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ ഊർജ വിപണിയിലെ മത്സരം വർദ്ധിക്കുമെന്നത് വലിയ സത്യമാണ്. ഈ സാഹചര്യം ഖത്തറിന് നേരിട്ടുള്ള ഒരു പ്രശ്നമാകാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം രണ്ട് പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്ന്, വിപണിയിലെ ഓഹരി പങ്കിടൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ആണ്. സൗദി വലിയ അളവിൽ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുമ്പോൾ അത് നിലവിലുള്ള കയറ്റുമതിക്കാരായിട്ടുള്ള ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിപണി വിഹിതം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി പറയാനുള്ളത് വിലയുടെ കാര്യത്തിൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ്. വിതരണം വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രകൃതിവാതകത്തിന്റെ ആഗോള വിലയിൽ സ്വാഭാവികമായും ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഖത്തറിന്റെ വാതക വരുമാനത്തെ ബാധിക്കാനിടയുമുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പ് പോലുള്ള പ്രധാന ഉപഭോക്തൃ വിപണികളിൽ ഇരു രാജ്യങ്ങളും നേരിട്ട് മത്സരിക്കേണ്ടതായും വരും. എങ്കിലും ഖത്തർ ഈ വെല്ലുവിളിയെ നേരിടാൻ സുസജ്ജമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖത്തർ നിലവിൽ അവരുടെ നോർത്ത് ഫീൽഡ് വിപുലീകരണ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ ഉൽപാദന ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ആഗോള വിപണിയിലെ തങ്ങളുടെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ദീർഘകാലത്തേക്ക് വിശ്വസനീയമായ ഒരു വിതരണക്കാരൻ എന്ന ഖത്തറിന്റെ പ്രതിച്ഛായ പുതിയ എതിരാളികൾക്ക് പെട്ടെന്ന് മറികടക്കാൻ കഴിയാത്ത ഒരു മേൽക്കൈയാണ് നൽകുന്നത്. മാത്രവുമല്ല, പ്രകൃതിവാതകത്തിനായുള്ള ആഗോള ആവശ്യം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ പുതിയ വിതരണക്കാരെ ഉൾക്കൊള്ളാൻ വിപണിക്ക് സാധിച്ചേക്കാം എന്ന വസ്തുതയും നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അതുകൊണ്ട് സൗദിയുടെ കടന്നുവരവ് ഒരു പ്രതിസന്ധി എന്നതിനേക്കാൾ കടുത്ത മത്സരം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ നീക്കം ഊർജ ഉൽപാദനത്തിന്റെ വൈവിധ്യവൽക്കരണത്തിന് ഒരു മാതൃകയാകാമെന്നാണ് പറയാനുള്ളത്. ഒമാൻ, UAE തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പ്രകൃതിവാതക വിപണിയിൽ സൗദിയുടെ വിജയം ഒരു പ്രചോദനം തന്നെയാണ്. എന്നാൽ ഇത് പരസ്പരം മത്സരം വർദ്ധിപ്പിക്കാനും ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കിടയിൽ ഊർജ തന്ത്രങ്ങൾ സംബന്ധിച്ച് പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കാനും സാധ്യതയുണ്ട് എന്നതും ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൗദിയുടെ കടന്നുവരവ് ഊർജ മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ സമവാക്യങ്ങളെ പുനഃക്രമീകരിക്കുകയും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സ്ഥാനം നിലനിർത്താൻ കൂടുതൽ തന്ത്രപരമായ നീക്കങ്ങൾ ആവശ്യമായി വരികയും ചെയ്യുന്ന ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നു എന്നതുകൂടി ഇവിടെ പറയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഖത്തറിന് ഇത് പണിയാകുമോ? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.